അപ്പോൾ ഇങ്ങനെ ഒരു കണക്കുമില്ലാതെ ഈ ആൻറ്റിബയോട്ടിക് ഈ കോഴി ഫാമുകളിൽ ഉപയോഗിക്കുന്ന വഴി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിൽ വരും. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു ടൈഫോയിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഈ കൊമേഴ്സ്യൽ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളായിരിക്കും സമൂഹത്തിൽ. ഇത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനാണ്. ഓക്കെ, സോ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ ഓൾറെഡി ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഫലവത്താവില്ല, അതായത് ഫലിക്കില്ല എന്ന്. അത്രയും ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി മരണത്തിലേക്ക് പോകാൻ പോലും സാധ്യത ഉണ്ടെന്ന്. ഇപ്പോൾ ഞാൻ ഇതിന് ശേഷം വരുന്ന വീഡിയോയിൽ നിങ്ങൾ കേൾക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വോയിസ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മറ്റുള്ള ചർച്ചകളും വരുന്നതാണ്. ഈ തരത്തിലുള്ള ചർച്ചകൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ആൻറ്റിബയോട്ടിക് ഒരു നിയന്ത്രണമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. വെൻഡോക്സ് അല്ലെങ്കിൽ ടെട്രാസൈക്കിൾ അങ്ങനെ ഏതെങ്കിലും പൗഡർ വാങ്ങിച്ച് കൊടുത്താൽ മതി. ഒരു 30 ഗ്രാം 40 ലിറ്റർ വെള്ളത്തിൽ 1000 കോഴിക്കുള്ള ഡോസ് ഇട്ടാണ് ഇട്ടിരിക്കണേ. 3, 4, 5 ഈ 3 ദിവസങ്ങൾ വേണം കൊടുക്കാൻ. ഓക്കെ, പിന്നെ 6ാമത്തെ ദിവസം ഫസ്റ്റ് വാക്സിൻ കൊണ്ട് കണ്ണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് പേടിക്കാനില്ല. ശരിക്കും ഫസ്റ്റ് വീക്കിൽ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ തമിഴ്നാട് എല്ലായിടത്തും ഫസ്റ്റ് വീക്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് കൊടുക്കണം ഫസ്റ്റ് വീക്കിൽ ഒരു പ്രശ്നമല്ല, വളരെ നല്ലതാണ്. ചിക്സ് ആക്റ്റീവായിട്ട് വരാനും ചിക്ക് മോർട്ടാലിറ്റി ഉണ്ട് കൺട്രോൾ ആവാനും അസുഖങ്ങളുണ്ട് അത് ഭാവിയിൽ വരാതിരിക്കാനൊക്കെയാണ് കൊടുക്കണം. ഈ ലൂസായിട്ട് പോകണം ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഇത് വന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കേണ്ടത്. അതിൽ സിപ്രോഫ്ലോക്സാസിനും ടിനിഡാസോളും പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ കിട്ടുന്ന മരുന്നുകൾ വളരെ നല്ലത്. അതായത് ആംബ്രോളിയം ഫോർട്ട് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അത് 200 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാം 5 ദിവസം കേട്ടോ, പ്ലെയിൻ വാട്ടറിൽ ഉണ്ടാകുക. അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇതുകൊണ്ട് സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. ഏതാണ്ട് ഒരു വർഷം 70 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് MDR എന്ന് പറഞ്ഞ അസുഖം വന്ന് മരിക്കുന്നത്. 2025 ആകുമ്പോഴത്തേക്കും 12 ദശലക്ഷം ആൾക്കാർ ഈ MDR അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കൊണ്ട് രോഗികൾ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം എന്ന കൊച്ചു ടൗണിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ പോലും MDR വന്ന് ആൾക്കാർ മരണപ്പെട്ടു പോകാറുണ്ട്. കാരണം നമ്മൾ നിസ്സഹായരാണ്. കാരണം അതിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക് നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ കൊമേഴ്സ്യൽ ഈ കോഴി വളർത്തൽ ബ്രോയിലർ ഭാഗത്തുനിന്ന് ചിക്കൻ വാങ്ങിക്കുകയും ചിക്കൻ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ MDR വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കോഴി ഫാമുകളിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് നമ്മൾ പൂർണ്ണമായും നിരോധിക്കും.